أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ചിൻ്റെ 130ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ രണ്ടാമത്തെ സെമസ്റ്റർ പരീക്ഷയും അതിൻ്റെ തീയതിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, തദ്രീബ് എന്നത് സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ നമ്മുടെ വലിയ മഹാരഥന്മാരായിരിക്കുന്ന സാദാത്തുക്കളും പണ്ഡിതന്മാരും നമ്മുടെ നേതൃത്വവും നമുക്ക് നൽകിയ വലിയൊരു സമ്മാനമാണ് തദ്രീബ് എന്ന ഈ മഹത്തായ സംരംഭം. സ്വന്തം വീട്ടിലിരുന്ന് ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നുമില്ലാതെ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, തെറ്റില്ലാത്ത പാരായണം എങ്ങനെ സാധ്യമാക്കാം എന്നതിനെക്കുറിച്ച്, അത് നമ്മുടെ ആളുകൾക്ക്, പ്രത്യേകിച്ചു സാധാരണക്കാർക്ക് എന്താണൊരു വഴി എന്നതിനെക്കുറിച്ച് നന്നായി ചിന്തിച്ച് അതിൻ്റെ ഏറ്റവും സുതാര്യമായ ലളിതമായ വഴിയാണ് നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ നേതൃത്വം നമുക്ക് നൽകിയിട്ടുള്ളത്. എല്ലാ വെള്ളിയാഴ്ചയിലും നമ്മുടെ വീട്ടിലേക്ക് ഈ ഖുർആൻ ക്ലാസ് വരികയാണ്. നാം ഇരിക്കുന്നിടത്തേക്ക് നമ്മുടെ കൈവെള്ളയിൽ ഫോൺ പിടിച്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പിലൂടെ നമ്മളെവിടെയാണോ, നമ്മൾ ബെഡ്റൂമിലാണോ, വീട്ടിലെവിടെയും നമ്മളെവിടെയാണോ, വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ പഠനവുമായി തദ്രീബ് നിങ്ങളെ തേടി വരികയാണ്. ഈ ഏറ്റവും നല്ല സുവർണ അവസരം പാഴാക്കുക എന്നത് വലിയ നഷ്ടമാണ്. അതനുഭവിച്ചവർക്ക് അതിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കും. ഒന്നാമത്തെ ബാച്ച് നമുക്കറിയാം. ഒന്നാമത്തെ ബാച്ചിൽ ആയിരക്കണക്കായ ആളുകളാണ് തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ് എന്ന ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ട് വിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ പരിശീലിച്ചത്. അവരുടെ അധ്വാനം നമ്മുടെ ആലിമീങ്ങളുടെ, നമ്മുടെ നേതാക്കളുടെ, നമ്മുടെ സാദാത്യങ്ങളുടെ ദുആ, ഒരു ചെറിയ വിഷയമൊന്നും അല്ലത്. അങ്ങനെ കേൾക്കണോ നിങ്ങൾക്ക്? അങ്ങനെ ഒന്നാമത്തെ ബാച്ച് മഅദിനിൽ വെച്ച് അതിൻ്റെ സനദ് ദാനം അഭിമന്യരായ ബദറുസാദാത്ത് ഖലീൽ തങ്ങൾ പാപ്പയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി പുറത്തിറങ്ങിയ ഒരുപാട് പേർ ഇന്ന് വിശുദ്ധ ഖുർആൻ ടീച്ചിങ് നടത്തി പഠിപ്പിച്ചുകൊണ്ട് ഈ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരുപാട് പേരെ നേരിട്ട് എനിക്കറിയാം. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. ഇപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം, പരിശുദ്ധ ഖുർആനിൻ്റെ വഴിയെ നമ്മൾ നീങ്ങുമ്പോൾ അതിനൊരു നല്ല സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക എന്നത് ഒരു സൗഭാഗ്യവും ഒരു തൗഫീഖുമാണ്. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, എൻ്റെ സ്നേഹനിധികളായ എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ വേണ്ടപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും തദ്രീബ് സർട്ടിഫിക്കറ്റ് കോഴ്സിൽ, ഇതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സാണെന്ന് എല്ലാവർക്കും അറിയാലോ, ഇതിൽ ആ രൂപത്തിൽ ജോയിൻ ചെയ്ത്
തദ്രീബിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ സ്വയം സ്വന്തമാക്കണം എന്നാണ് പറയാനുള്ളത്. അതെന്തിനാണ്? ഖുർആൻ ക്ലാസ് കേട്ടാൽ പോരെ, ഓതാൻ പഠിച്ചാൽ പോരെ, മതി. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതെല്ലാം സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഓരോരുത്തരുടെയും കൈകളിലുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ എണീറ്റ് നടക്കുന്നു, പോകുന്നു, വരുന്നു, അല്ലേ? ഒക്കെ ശരിയാണ്, നമ്മൾ ഹയാത്തിലുണ്ട്. എന്നിട്ടും ഒരു ഓഫീസിൽ ചെന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ജനിച്ചു എന്നതിൻ്റെ തെളിവായി എന്നു ജനിച്ചു എന്നത് സാക്ഷ്യപ്പെടുത്തുന്ന ജനന സർട്ടിഫിക്കറ്റ് വേണം. ഓഫീസിൽ നിന്ന് ചോദിക്കൂലേ? ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്കുണ്ട്. ഒന്ന്. അങ്ങനെ തുടങ്ങി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോൾ SSLC സർട്ടിഫിക്കറ്റ് ഉണ്ട്. +2 പൂർത്തിയാക്കിയവരാണെങ്കിൽ അതുണ്ട്. വേറെ എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളുണ്ടോ അതൊക്കെ നമ്മൾ സ്വായത്തമാക്കിയിട്ടുണ്ട്. മത്സര പരിപാടികളിലൂടെ വേറെയും ധാരാളം കോഴ്സുകൾ ചേർന്നുകൊണ്ട് സർട്ടിഫിക്കറ്റുകൾ ധാരാളം വാങ്ങിയിട്ടുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഖുർആനിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ടോ? ഇത് ഏറ്റവും നല്ലൊരു ചാൻസാണ്, ഏറ്റവും നല്ലൊരു അവസരമാണ്. 10,000 ഇതിന് ഫീ ഇല്ല, വെറും 100 രൂപ മാത്രം. എന്തിന്? ഇതിൻ്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടി. ഒരു സെമസ്റ്റർ പരീക്ഷ എഴുതാൻ 100 രൂപ മാത്രം. ഇങ്ങനെ നിങ്ങളിതിൽ രജിസ്റ്റർ ചെയ്ത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും സ്വന്തമാക്കിക്കൂടെ? എന്തിനാണ് നമ്മൾ അതിന് മടിച്ചു നിൽക്കുന്നത്? ഏതാണ് ഈ സർട്ടിഫിക്കറ്റ്? അഭിമന്യരായ സുൽത്താനുൽ ഉലമ ഹഫിളഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തണൽ ഒരുപാട് കാലം നമുക്ക് നീട്ടിത്തരട്ടെ. ആ സുൽത്താനുൽ ഉലമയുടെയും അതുപോലെ സയ്യിദ് കുടുംബത്തിലെ കാരണവർ സയ്യിദ് അലി ബാഫഖീഹ് തങ്ങൾ, അതുപോലെ അഭിമന്യരായ കുമ്പോൽ തങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ അഭിമന്യരായ നമ്മുടെ സാദാത്യങ്ങളുടെ ബദറുസാദാത്ത്, ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, ഇങ്ങനെയുള്ള വലിയ ഈ നേതൃത്വത്തിൻ്റെ ആശീർവാദവും അംഗീകാരവും അവരുടെയൊക്കെ പേരും ഒപ്പും ചേർന്ന ഒരു ഖുർആനിൻ്റെ സർട്ടിഫിക്കറ്റ്, നമ്മൾ ചെറിയ വിഷയമല്ലത്, അത് നമ്മുടെ കയ്യിലുണ്ടാവണം. അത് വലിയൊരു തൗഫീഖാണ്, അത്രേ പറയാനുള്ളൂ. അത് വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കോഴ്സ് രജിസ്റ്റർ ചെയ്ത്, ഈ കോഴ്സിൽ പേര് രജിസ്റ്റർ ചെയ്ത്, നിങ്ങളെല്ലാവരും ക്ലാസ് കേൾക്കുന്നവരാണ്. ആയിരക്കണക്കിന് ആളുകൾ ക്ലാസ് കേൾക്കുന്നവരുണ്ട്. എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്നേ, എല്ലാവരും രജിസ്റ്റർ ചെയ്തോളൂ. സുബ്ഹാനല്ലാഹ്, പരീക്ഷയൊക്കെ വന്നാൽ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. കഴിഞ്ഞ സെമസ്റ്ററിൽ എന്താ ചെയ്തത്? ആർക്കും നിങ്ങളൊരു ബേജാറും വേണ്ട. ഇൻഷാ അല്ലാഹ് എല്ലാം സാധ്യമാകും. നിങ്ങൾ ക്ലാസ് കൃത്യമായി കേൾക്കുക. നിർദ്ദേശിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ചെയ്താൽ മതി. 4 പരീക്ഷയാണ്, ശ്രദ്ധിക്കണേ, ഇതിലുണ്ടാവുക. ഒരു പരീക്ഷ കഴിഞ്ഞു, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. അപ്പോൾ 1ാമത്തെ പരീക്ഷയിൽ ഞാൻ കൂടിയില്ലല്ലോ, ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ, ക്ലാസ് മാത്രം കേട്ടിട്ടല്ലേ ഉള്ളൂ, ഇനി എന്താ ചെയ്യുക? ബേജാറാവണ്ട, ഇത് ലാസ്റ്റ് ചാൻസാണ്. കഴിഞ്ഞ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത, അതായത് എഴുതാൻ സാധിക്കാത്ത ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ കോഴ്സിൻ്റെ അവസാനം ഒരു അഡീഷണലായിട്ട് വേറൊരു ചാൻസ് തരും. ഒരു സെമസ്റ്റർ പരീക്ഷയിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകളാരോ അവർക്ക് വേറൊരു ചാൻസ് തരും ലാസ്റ്റിൽ. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി, എന്നാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അതുകൊണ്ട് 1ാമത്തെ സെമസ്റ്ററിൽ ഞാൻ പരീക്ഷ എഴുതിയില്ലല്ലോ എന്ന ആശങ്കയിൽ വിട്ടു നിൽക്കേണ്ട, എല്ലാവരും വരൂ. എന്നിട്ടൊരു 100 രൂപ പരീക്ഷാ ഫീസ്. രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ, ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 150 രൂപ രജിസ്ട്രേഷൻ ഫീയും കൂടെ ഉണ്ട്. ഫസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ 250 രൂപ വേണം. നേരത്തെ രജിസ്റ്റർ ചെയ്ത ഒരുപാട് 100 ആളുകളുണ്ട്, അവർ വെറും 100 രൂപ മാത്രം പരീക്ഷാ ഫീ അടച്ചാൽ മതി. ഇങ്ങനെ നിങ്ങൾ ഖുർആനിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ അഭിമന്യരായ സാദാത്യങ്ങളിൽ നിന്ന്, ഉലമായിൽ നിന്ന് നേരിട്ട് വാങ്ങൂ. അതിനുള്ളൊരു അവസരം നിങ്ങൾക്കിങ്ങനെ പബ്ലിക്കായി തുറന്നു തന്നിട്ട് നിങ്ങൾ ആ അവസരം നഷ്ടപ്പെടുത്തരുത് എന്നാണ് വീണ്ടും വീണ്ടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ ആലിമീങ്ങളുമായി വലിയ ഒരു ബന്ധം, നമ്മൾ ഉസ്താദുമാർ എന്നൊക്കെ പറഞ്ഞ ആരാണ്? അഭിമന്യരായ റഈസുൽ ഉലമ, സുൽത്താനുൽ ഉലമ, ഇങ്ങനെയുള്ള ഈ വലിയ പണ്ഡിത നേതൃത്വത്തിൻ്റെ ആശീർവാദവും അംഗീകാരവുമുള്ള ഒരു വിശുദ്ധ ഖുർആനിൻ്റെ സർട്ടിഫിക്കറ്റ്, അത് നമ്മൾ സ്വന്തമാക്കണം. അതിനുള്ള ഏറ്റവും നല്ലൊരു ചാൻസാണ്, നഷ്ടപ്പെടുത്തരുത്. ബാക്കി കൂടെ പറയാം. എന്താ ചെയ്യേണ്ടത്? അതിന് ഈ വരുന്ന പരീക്ഷ നവംബർ 9-നാണ്.
രണ്ടാമത്തെ സെമസ്റ്റർ പരീക്ഷ നവംബർ 9-നാണ്. ഞായറാഴ്ചയാണ്. രാവിലെ 9 മണി മുതൽ 10 മണി വരെയുള്ള 1 മണിക്കൂർ സമയമാണ് പരീക്ഷ നടക്കുന്നത്. നവംബർ 9-ന്, ഡേറ്റ് മറക്കണ്ട. നവംബർ 9-ന് 9 to 10 ഈ സമയം നിങ്ങൾ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് എക്സാമിന് വേണ്ടി ഇപ്പോൾ തന്നെ ഒരുങ്ങുക. ഞായറാഴ്ചയാണ്, 9 to 10 സമയം. ഇതിന് ഫീസ് അടയ്ക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ 100 രൂപയാണ്. 100 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. അത് ഒക്ടോബർ 25 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പായി അടയ്ക്കണം. നോക്കണേ, ഒക്ടോബർ 25 ശനിയാഴ്ച 5 മണിക്ക് മുമ്പായിട്ട് അടയ്ക്കണം. എങ്ങനെയാണ് ഫീസ് അടയ്ക്കേണ്ടത്? സ്ക്രീനിൽ നോക്കിയ ഈ നമ്പറിലേക്ക് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യാണ് വേണ്ടത്. അല്ലെങ്കിൽ നോക്കൂ, നിങ്ങൾ ഈ അക്കൗണ്ട് നമ്പർ, നിങ്ങൾക്ക് സർക്കുലർ വരും കേട്ടോ, വിശദമായ സർക്കുലർ എല്ലാവർക്കും വരും. എന്നാലും ഞാനൊന്ന് പറയണേ, ഈ അക്കൗണ്ട് നമ്പറിലേക്ക് അല്ലെങ്കിൽ ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് 100 രൂപ നിങ്ങൾ അടയ്ക്കുക. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കളയരുതേ, എടുത്തു വെക്കണം. ഓക്കെ. നേരത്തെ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ സെമസ്റ്റർ എഴുതാത്ത അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീ 150ഉം പരീക്ഷാ ഫീ 100ഉം, ഇങ്ങനെ ടോട്ടൽ 250 രൂപ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഗൂഗിൾ പേ നമ്പറിലോ അക്കൗണ്ട് നമ്പറിലോ അടച്ച് സ്ക്രീൻഷോട്ട് അവിടെ വെക്കുക. ബാക്കി പറയാം. പിന്നെ എങ്ങനെയാ പരീക്ഷ ഉണ്ടാവുക? പരീക്ഷ എഴുതിയ ഒരുപാട് ആളുകളുണ്ട്. സിമ്പിളാണ്. പരീക്ഷ എങ്ങനെയാണ് എന്ന് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു മോഡൽ പരീക്ഷ സിമ്പിളാണെന്നേ. കമ്പ്യൂട്ടറിൽ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കാണും ഒരു ചോദ്യം, ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട്? ഉദാഹരണം, ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട്? അതിന് 4 ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഒന്നാണ് ശരിയുത്തരം ഉണ്ടാവുക. ഏതാണ് ശരിയുത്തരം? അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ബസ്. ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫോണിൽ ഇത്രയും കാര്യങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത ഉമ്മമാരോ സഹോദരിമാരോ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഇഷ്ടം പോലെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന സംഗതിയാണിത്. സമസ്ത.in എന്ന സൈറ്റ്, അതിൽ കയറിയിട്ട് അതിലുണ്ടാകും തെദ്രീബ് കോഴ്സ് എന്ന് എക്സാം ആപ്ലിക്കേഷൻ. അതിൽ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറും അതുപോലെ നിങ്ങളുടെ ജനന തീയതിയും കൊടുത്താൽ ഓപ്പൺ ആവും. അവിടെ ഉണ്ടാകും അപ്ലൈ ഫോർ എക്സാമിനേഷൻ എന്ന്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. ഫീ അടച്ച ഡേറ്റും കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ഇത് ഒന്നാമത്തെ സെമസ്റ്റർ എഴുതിയ രജിസ്റ്റർ ചെയ്ത ആളുകൾക്കുള്ളതാണ്. ഇനി പുതുതായി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിലോ അവർ ഇതേപോലെ തന്നെ സമസ്ത.in എന്ന് പറഞ്ഞാൽ തദ്രീബ് കോഴ്സ് ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണിക്കും. അവിടെ നിങ്ങളുടെ പേര്, ഉപ്പാൻ്റെ പേര്, ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഇങ്ങനെയുള്ള സംഗതികൾ കൊടുത്താൽ നിങ്ങൾ രജിസ്റ്റർ കഴിഞ്ഞു. ഇനി ഒന്നുകൂടെ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാനൊരു നമ്പറും കൂടെ നോക്കിയ സ്ക്രീനിൽ 90 48 51 43 42 ഈ നമ്പറിൽ ഓഫീസ് ടൈമിലെ വിളിക്കാവൂ. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണിക്കുള്ളിലേ ഈ നമ്പറിൽ വിളിക്കാവൂ. ഇതിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ പറയുമ്പോൾ കുറേ കൂടുതലുണ്ട് അല്ലേ? അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. സംഭവം ഒരു സെമസ്റ്റർ ചെയ്ത ആളുകൾക്ക് വളരെ സിമ്പിളാണ്. ആദ്യം കേൾക്കുമ്പോൾ കുറേ ഉണ്ട് തോന്നും. വളരെ ഇതേക്കുറിച്ച് അറിയുന്ന നിങ്ങൾക്കറിയില്ലെങ്കിൽ മക്കളോടോ പേരക്കുട്ടികളോടോ അല്ലെങ്കിൽ അടുത്ത നമുക്കിത് പറയാൻ പറ്റിയ ആളോട് ചോദിച്ചാൽ ജസ്റ്റ് 5 മിനിറ്റ് വേണ്ട. ഇത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വെറും 3 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്ത് എല്ലാവരും ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ അഭിമന്യരായ സയ്യിദുമാരുടെ ആലിമീങ്ങളുടെ ആശീർവാദമുള്ള ഖുർആനിൻ്റെ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കണം എന്നാണ് പറയാനുള്ളത്. ഇനി ആരും മടിച്ചു നിൽക്കരുത്. ഒന്ന് മാത്രമല്ല, പരീക്ഷ കഴിയട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഒരുമിച്ച് കൂടണ്ടേ? നമുക്ക് എല്ലാവർക്കും കൂടി തദ്രീബ് ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും കൂടി ഇൻഷാ അള്ളാഹ് സ്ഥലവും ഡേറ്റും അറിയിക്കും. ഒന്നാമത്തെ ബാച്ചിൽ കോഴിക്കോട് കാലിക്കറ്റ് ടവറിലായിരുന്നു ഒരുമിച്ച് കൂടിയിരുന്നത്. ഖത്മുൽ ഖുർആൻ മജ്ലിസിന് മഅദിനിലായിരുന്നു കൂടിയിരുന്നത്. രണ്ടാമത്തെ ബാച്ചിലെ ഈ സംഗമം ഇൻഷാ അള്ളാഹ് ഡേറ്റും സ്ഥലവും സമയവും നിങ്ങൾ അറിയിക്കും. എന്തായിരുന്നാലും ഇൻഷാ അള്ളാഹ് നമുക്കെല്ലാവർക്കും, ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ് ക്ലാസ്സുകൾ കേൾക്കുന്നത്.
എല്ലാവർക്കും കൂടെ ഒന്ന് ഒരുമിച്ച് പരസ്പരം കണ്ട് നമ്മളൊക്കെ ഒന്ന് പരസ്പരം ഒന്ന് സംസാരിച്ച്, ഞാൻ തദ്രീബ് കുടുംബത്തിലെ അംഗമാണ് എന്ന് പറഞ്ഞ് പരസ്പരം ഒന്ന് കണ്ട് സംസാരിച്ച് നമുക്ക് ക്ലാസ് എടുത്ത് നമ്മുടെ അഭിവന്ദരായ സാദാത്യങ്ങളുടെയും ആലിമീങ്ങളുടെയും ദുആയിലും അവരുടെ ഉപദേശങ്ങളൊക്കെ ഒന്ന് കേട്ട് ഇൻഷാ അള്ളാഹ് നമുക്കൊരു ദിവസം സംഗമിക്കണം. ഡേറ്റും സമയവും സ്ഥലവും നിങ്ങളെ അറിയിക്കും. ഇത്രയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ ആദ്യമായി അറിയിക്കാനുള്ളത്. ഓക്കെ, ഇൻഷാ അള്ളാഹ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണേ. ശരി, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. വന്നാലോ, തുടങ്ങിയാലോ. നമ്മൾ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അത് സാധാരണ അറബി വായിക്കുമ്പോൾ വായിക്കാൻ പറ്റില്ല. അതിന് പ്രത്യേകമായ നിയമങ്ങളുണ്ട്. അതിന് തജ്വീദ് എന്നാണ് പറയുക. തജ്വീദ് ഇല്ലാതെ ഖുർആൻ ഓതിയാൽ അത് ഖുർആനോത്ത് ആവുകയില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു. തജ്വീദിൽ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അക്ഷരങ്ങൾ തന്നെയാണ് എന്നും ആ അക്ഷരങ്ങളുടെ ഉച്ചാരണവും ഉദാഹരണവും പാട്ടുപാടിയും തമാശ പറഞ്ഞും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? തജ്വീദിൻ്റെ ഏറ്റവും ലളിതമായ ഒരു നിയമം എന്ന രൂപത്തിൽ തജ്വീദിൻ്റെ ഏറ്റവും ലളിതമായ ഒരു നിയമം എന്ന നിലക്ക് ശദ്ദുള്ള നൂനും ശദ്ദുള്ള മീമും മണിക്കണം, ഉന്നത്തു ചെയ്യണം എന്നും നമ്മൾ പഠിച്ചു. എന്നിട്ട് അതിന് ഒരുപാട് ഉദാഹരണങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, പാട്ടും പാടി. ഓർക്കുന്നില്ലേ? ശദ്ദുള്ള മീമിൻ ഉന്നത്ത് നന്നായി നൽകണേ, ഒന്നൽപ്പം ശ്രദ്ധയോടെ മിമ്മ എന്ന് ഓതണേ. ശദ്ദുള്ള മീമിൻ ഉന്നത്ത് നന്നായി നൽകണേ, ഒന്നൽപ്പം ശ്രദ്ധയോടെ മിമ്മ എന്ന് ഓതണേ. അമ്മലമ്മ സുമ്മ എന്നു തന്നെയാവണേ, അമ്മലമ്മ സുമ്മ ഓതൽ ഒന്നു നിർത്തണേ. പ്ലീസ് ഒന്ന് നിർത്തണേ അല്ലേ? പ്ലീസ് ഒന്ന് നിർത്തണേ. പാട്ടുപാടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നു മുതൽ പുതിയ നിയമം പഠിക്കുകയാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാകും ഒരു സംശയം, പരീക്ഷയ്ക്ക് ഏത് മുതൽ ഏത് വരെയാണ് ഉസ്താദേ ഉണ്ടാവുക? നമ്മളെ തദ്രീബ് എന്ന് പറയുന്ന നമ്മുടെ ഈ കിതാബില്ലേ അല്ലേ, ഈ കിതാബിനെ ആസ്പദമാക്കിയിട്ടാണ് മിക്കവാറും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇപ്പം നമ്മൾ ഇന്നും അടുത്ത ക്ലാസ്സിലും ഒക്കെ പറയുന്ന ആ നിയമങ്ങൾ വരെ, അതായത് ഒരു 40-45 പേജ് വരെയുള്ള സംഗതികൾ മാത്രമേ പരീക്ഷയ്ക്ക് ഉണ്ടാവുള്ളൂ. സിമ്പിളാണ്. പരീക്ഷ കേൾക്കുമ്പോഴേക്കും നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. മാത്രവുമല്ല, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മൾ കിതാബ് കിട്ടുന്നതിൻ്റെയും മുമ്പ് വിശദമായി പറഞ്ഞു പഠിച്ചതുമാണ്. ഓക്കെ, എന്നാലും നമുക്ക് ഒന്നുകൂടെ പറയാം. ഇനി മുതൽ നമ്മൾ നിയമങ്ങളിൽ പ്രധാനപ്പെട്ട നിയമങ്ങളിലേക്ക് വരികയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം എങ്ങനെയായിരിക്കണം? തജ്വീദ് അനുസരിച്ച്. തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതണമെങ്കിൽ 4 കാര്യങ്ങൾ വേണം. ഒന്ന്, മഅരിഫത്തു മഖാരിജിൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ മഖ്റജ് അറിയുക. മഅരിഫത്തു സിഫാത്തിൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ സിഫത്തുകൾ അറിയുക. മഅരിഫത്തു അഹ്കാമി തജ്വീദ്, തജ്വീദ് നിയമങ്ങൾ അറിയുക. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കം കുറിക്കുന്നത്, അല്ല കഴിഞ്ഞ ക്ലാസ് മുതൽ തുടങ്ങിയത്. 4, റിയാദത്തുൽ ലിസാൻ, നിരന്തര പ്രാക്ടീസ്. ഓക്കെ, രണ്ടും കൂടെയാണ് ഒരുമിച്ച് പോകുന്നത്. അപ്പോൾ തജ്വീദിൻ്റെ നിയമങ്ങളിലെ മുസ്ഹഫിലെ ഏതൊരു പേജ് എടുത്താലും ഏകദേശം 20-25 കാണുന്ന ടോട്ടൽ ഒരു 10-15,000 വരുന്ന നിയമങ്ങൾ ഉണ്ട്. ആ നിയമങ്ങളുടെ പഠനമാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. എല്ലാവരും സ്ക്രീനിലേക്കൊന്ന് നോക്കണേ. ഇത് നോക്കിയേ, ഇതാണ് നൂൻ, അതായത് സാക്കിനായ നൂൻ. ഫത്ഹ് കാണുന്നില്ല, കസ്റ് കാണുന്നില്ല, ദമ്മ് കാണുന്നില്ല. ഈ അവസ്ഥയ്ക്കാണ് സുക്കൂനുള്ള നൂൻ എന്ന് പറയുന്നത്. നമ്മുടെ മുസ്ഹഫിൽ നമ്മൾ തുറന്നു നോക്കിയാൽ ഇങ്ങനെയുള്ള നൂൻ കുറേ കാണും. ചില നൂനുകൾക്ക് മുകളിൽ സുക്കൂൻ കാണും, ചില നൂനുകൾക്ക് മുകളിൽ സുക്കൂൻ ഉണ്ടാവില്ല. സുക്കൂൻ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, സുക്കൂനുള്ള നൂൻ എന്ന് പറയുന്നത് ഫത്ഹും കസ്റും ദമ്മും ഇല്ലാത്ത നൂനുകളാണ്. അങ്ങനത്തെ ഒരു നൂനാണ് ഇപ്പോൾ കണ്ടത്. ഒന്നുകൂടെ സിമ്പിളായി പറഞ്ഞാൽ സാക്കിനായ നൂൻ, സുക്കൂനുള്ള നൂൻ ആണ് ഈ കാണുന്നത്. ഉറപ്പല്ലേ? ഉറപ്പാണ്. ഇനി ഇത് നോക്കിയേ, ഇതാണ് തെൻവീനുകൾ. തെൻവീൻ ഫത്ഹ, തെൻവീൻ കസ്റ, തെൻവീൻ ദമ്മ അല്ലേ? തെൻവീനുകൾ.
ഈ നൂൻ തെൻവീൻ ശരിക്കും ശ്രദ്ധിക്കണം. ആരും ഇങ്ങനെ ഉറങ്ങി തൂങ്ങാനൊന്നും പാടില്ല, ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കണം. സുക്കൂനുള്ള നൂൻ അതുപോലെ തെൻവീൻ അല്ലേ, സുക്കൂനുള്ള നൂൻ അല്ലാതെ ഉറക്കം പറഞ്ഞു നോക്കി, സുക്കൂനുള്ള നൂൻ തെൻവീൻ. ഈ സംഗതികൾക്ക് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പറയാനുണ്ട് നൂനിനും തെൻവീനിനും. അത് ഒന്നാമത് പറയുന്നത് എന്താ അറിയോ, ഈ തെൻവീൻ എന്ന് പറഞ്ഞ സംഗതി എന്താണ്? ആദ്യം നമ്മളത് മനസ്സിലാക്കണം. എന്താണ് തെൻവീൻ? എന്താ പറഞ്ഞേ? 2 ഫത്ഹ് 2 കസ്ർ 2 ളമ്മ്. ഓ മാഷാ അല്ലാഹ്, നല്ല മറുപടിയാണ്. 2 ഫത്ഹ് 2 കസ്ർ 2 ളമ്മ് എന്ന്, അതാണ് തെൻവീൻ. ആൻസർ കറക്റ്റാണ്. തെൻവീൻ അങ്ങനെ തന്നെയല്ലേ. ഞാൻ ചോദിച്ചത് തെൻവീൻ എന്നതിൻ്റെ ഡെഫിനിഷനാണ്, അതിൻ്റെ നിർവചനമാണ്, തഅരീഫാണ്. ഒന്ന് കേട്ടിട്ടുണ്ടോ? തെൻവീൻ എന്നതിൻ്റെ തഅരീഫ്, അതായത് നിർവചനം ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളുണ്ടാവും. കേട്ടുള്ളൂ. കെലിമത്തുകളുടെ, കെലിമത്ത് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വേർഡ് എന്ന് പറയും, മലയാളത്തിൽ പദം എന്നൊക്കെ പറയും അല്ലേ. പദങ്ങളുടെ അവസാനത്തിൽ വരുന്ന എഴുത്തിൽ കാണാത്ത ഉച്ചാരണത്തിൽ മാത്രമുള്ള സുക്കൂനുള്ള നൂനിനാണ് തെൻവീൻ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എങ്ങനെ ഉസ്താദേ ഇതൊക്കെ പാടാൻ നടക്കുക? ഞങ്ങളിന്ന് അത്ര ഗൗരവമുണ്ടെന്നൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഗൗരവമൊന്നും ഇല്ലാതെ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇത് നോക്കിയേ, ഇതെന്താ വായിക്കുക? എല്ലാവരും വായിക്കണം, വായിക്കാതിരിക്കാൻ പറ്റില്ല. കിതാബുൻ, ഓക്കെ. അതിൽ അക്ഷരങ്ങൾ എണ്ണുകയെ, 1 കാഫ് ഉണ്ട്, 2 ത ഉണ്ട്, 3 അതിനെ നീട്ടാനുള്ള അലിഫ് ഉണ്ട്, 4 ബ ഉണ്ട് അല്ലേ. ആ അവസാനത്തെ അക്ഷരത്തിന്റെ ഹർക്കത്ത് എന്താ? തൻവീൻ ളമ്മ് അല്ലേ. കിതാബുൻ, വായിച്ചു നോക്കിയ എല്ലാവരും, കിതാബുൻ. ഓക്കെ, ഇനി ഇതിന്റെ നേരെ തന്നെ ഞാൻ വേറൊന്നും കൂടി എഴുതി കൊടുക്കുന്നുണ്ട്, അതും നിങ്ങൾ വായിക്കണം. ഇതെന്താ വായിക്കുക? കിതാബുൻ. ഓക്കെ, കിതാബുൻ അല്ലേ. രണ്ടും വായന എങ്ങനെയാ? സെയിം ആണ്, ഒരു വ്യത്യാസമല്ല. ഒന്നാമത്തതിൽ ബാഇന് തൻവീൻ ളമ്മായിരുന്നു, രണ്ടാമത്തതിൽ ബാഇന് തൻവീൻ കാണുന്നില്ല, ഒരു ളമ്മും പിന്നീടുള്ള സുക്കൂനുള്ള നൂനുമാണ്. രണ്ടിലും കൂടിയുള്ള അക്ഷരങ്ങൾ എണ്ണുകയെ, ഒന്നാമത്തേതിൽ കാഫ് ത അലിഫ് ബ അല്ലേ, 4 അക്ഷരം ഉണ്ടായിരുന്നു. ഈ രണ്ടാമത്തെ ഇതിലോ കാഫ് ത അലിഫ് ബ നൂൻ 5 അക്ഷരമുണ്ട്. ആദ്യത്തിൽ 4 അക്ഷരം, ഇതിൽ 5 അക്ഷരം. വായന സെയിം. എന്താ സംഭവിച്ചത്? ഒന്നാമത്തേതിൽ ബാഇന് തൻവീൻ ളമ്മായിരുന്നു. തെൻവീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശബ്ദം എന്താ കിട്ടുന്നത്? സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദമാണ് അല്ലേ. അതെങ്ങനെ മനസ്സിലായി? രണ്ടാമത്തെ ഉദാഹരണം കണ്ടപ്പോൾ മനസ്സിലായി. കിതാബുൻ അല്ലേ, കിതാബുൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ തെൻവീൻ എന്ന് പറഞ്ഞാൽ ഒരു നൂന് തന്നെയാണ്, സുക്കൂനുള്ള നൂന് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? എഴുത്തിലുണ്ടാവൂല എന്ന് മാത്രം. എഴുത്തിലുണ്ടാവൂല, സുക്കൂനുള്ള ഒരു നൂന് തന്നെയാണ് ഈ തെൻവീൻ എന്ന് പറഞ്ഞത്. ഇനി കിതാബൻ നോക്കിയേ, കിതാബൻ അല്ലേ, ബാഇന് തൻവീൻ ഫത്ഹ. ഇനി ഇത് നോക്കി, കിതാബൻ ബൻ അല്ലേ, ബൻ ബാ ഉണ്ട് നൂനുണ്ട്. ഇനി കിതാബിൻ നോക്കി അല്ലേ, ബാഇന് തൻവീൻ കസ്റ, അതേപോലെ ബിൻ എന്ന് ഇങ്ങനെയും കണ്ടില്ലേ. ഇപ്പൊ മനസ്സിലായോ? എന്ത് മനസ്സിലായി? അതായത് തൻവീൻ ഫത്ഹ കസ്റ ദമ്മ എന്നൊക്കെ പറഞ്ഞാലും സത്യത്തിൽ നമ്മൾ എന്താണ് അവിടെ വായിക്കുന്നത്? സുക്കൂനുള്ള ഒരു നൂനിനെ വായിക്കുന്നു, എഴുത്തിൽ കാണുന്നില്ല, പറച്ചിൽ മാത്രം, വായന മാത്രം. ഇപ്പൊ ഈ നിങ്ങൾ പറയും എന്താ തെൻവീൻ എന്ന് പറഞ്ഞാൽ? കലിമത്തുകളുടെ അവസാനം കാണുന്ന, എഴുത്തിൽ കാണാത്ത, പറച്ചിലിൽ മാത്രമുള്ള സുക്കൂനുള്ള നൂൻ. ബോധ്യായോ? ബോധ്യ ആൾക്കാരൊന്ന് കൈപോക്കി നോക്കി. മാഷാ അല്ലാഹ്, കുറേ ആളുകൾക്ക് മനസ്സിലായി. അതെ എല്ലാവർക്കും മനസ്സിലായി. മാഷാ അല്ലാഹ്. അപ്പോൾ ഒരു ചോദ്യം, എന്തിനാണ് ഉസ്താദേ അങ്ങനെയൊക്കെ ചെയ്യണത് എന്ന്? എന്താ ഇപ്പം ചെയ്യുക? അറബി ഭാഷയിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടായി. സിമ്പിളായി പറഞ്ഞാൽ ബുൻ എന്ന് ഒരു ലമ്മുള്ള ബായും പിന്നെ ഒരു നൂനും എഴുതുന്നതിന് പകരം 2 ലമ്മിട്ട് കൊടുത്താൽ മതിയെന്നേ. സംഗതി രണ്ടും ഒന്നാണ് എന്ന്. അറബി ഒരു ഭാഷയിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതാ ഭാഷയുടെ നിയമമാണ്.
അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ തെദ്രീബിലാണ് ഇങ്ങനെ പറയുന്നത്. ഭാഷാപരമായി ഒരുപാട് കാര്യങ്ങൾ തൻവീൻ ഒക്കെ കുറിച്ച് പഠിക്കാനുണ്ട്. ഞാൻ അത്ര ഡീപ്പായിട്ട് പോവല്ല. ഓക്കെ, ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കി. തൻവീൻ എന്ന് പറഞ്ഞാൽ അതൊരു സുക്കൂനുള്ള നൂൻ തന്നെയാണ്. നൂൻ തന്നെയാണ്, നൂൻ തന്നെയാണ്. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ആണ്. ഇതിങ്ങനെ വിശദീകരിക്കുന്നത് എന്തിനാ? അതങ്ങനെ വിശദീകരിക്കുന്നതിന് വിശുദ്ധ ഖുർആനിലെ എല്ലാ പേജുകളിലും ഇഷ്ടംപോലെ വരുന്ന നിയമമാണ്. എവിടെയും ഇനി മുതൽ തെറ്റിച്ചോതാൻ പാടില്ലാത്തതാണ് എന്ന വാശിയുള്ളത് കൊണ്ട്. സുക്കൂനുള്ള നൂൻ, വീണ്ടും പറയുന്നു, സുക്കൂനുള്ള നൂൻ. അതുപോലെ തൻവീൻ. തൻവീൻ തൻവീൻ എന്ന് പറഞ്ഞാൽ കലിമത്തുകളുടെ അവസാനത്തിൽ കാണുന്ന, എഴുത്തിൽ കാണാത്ത, ഉച്ചാരണത്തിൽ മാത്രമുള്ള സുക്കൂനുള്ള നൂൻ. ഇതാണ് തൻവീൻ. ഇത് രണ്ടിനും വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്താനുണ്ട്. നിയമങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് നിയമങ്ങളുണ്ട് സാക്കിനായ നൂനിനും തൻവീനും. എത്ര വിധികളുണ്ടെന്നറിയോ? 5 വിധികളുണ്ട്. എത്രയുണ്ട്? 5 വിധികളുണ്ട്. നമുക്ക് ഇന്ന് ആ 5 വിധികളുടെ പേരൊന്ന് പഠിക്കാം അല്ലേ? 5 വിധികൾ സ്ക്രീനിൽ നോക്കിയേ. 5 വിധികളുടെ പേരുണ്ട്. ഒന്ന് ഇൽഹാർ, 2 ഇദ്ഗാമും ബിഗുന്ന, 3 ഇദ്ഗാമും ബിലാ ഗുന്ന, 4 ഇഖ്ലാബ്, 5 ഇഖ്ഫാ. പേര് കേട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും തലമിന്നൽ, തലകറക്കം വരേണ്ടതില്ല. വളരെ ലളിതമാണ്. തൻവീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ അല്ലേ? ആദ്യം കേട്ടപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇതാണോ? അപ്പോൾ കുഴപ്പമില്ല എന്നുള്ളിടത്തേക്ക് എത്തിയില്ലേ എന്ന് പറഞ്ഞതുപോലെ അല്ലേ? നൂനിൻ ഹുക്മുകൾ 5ആണ്. തൻവീനിനും ഈ വിധിയാണ്. ഇൽഹാറും ഇദ്ഗാമുകളും ഇഖ്ലാബും ഇഖ്ഫാ ഇവയാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതും കൂടെ കൂടാണ് ചേർക്കുക, എന്നാൽ ട്യൂണും മാറൂല. ഓക്കെ, എന്താ പറയുന്നത്? നൂനിൻ ഹുക്മുകൾ 5ആണ്. തൻവീനിനും ഈ വിധിയാണ്. ഇൽഹാറും ഇദ്ഗാമുകളും ഇഖ്ലാബും ഇഖ്ഫാ ഇവയാണ്. ഇൽഹാറും ഇദ്ഗാമുകളും, 2 ഇദ്ഗാമുണ്ട്, ബിഗുന്ന ബിലാഗുന്ന, ഇഖ്ലാബ് ഇഖ്ഫാ ഇവയാണ്. അത് പാടാൻ പ്രയാസമുണ്ടോ? ആ ട്യൂൺ മനസ്സിലാകണില്ല ഉസ്താദേ. എന്നാലേ അഹ്കാമു നൂനിസ് സാക്കിന 5 അതിലൊന്ന് ഇൽഹാറാണ്, 2 ഇദ്ഗാമുമാ. 2 ഇദ്ഗാമുമാ എന്ന് പറഞ്ഞാൽ ഇദ്ഗാമ് 2 ഉണ്ട്, രണ്ടാമത്തേത് ഇദ്ഗാമാണ്. 2 അർത്ഥമുണ്ട് അതിന്. ഇഖ്ലാബ് ഇഖ്ഫാഉം വിധി ഇതിനുള്ളതാ, ഈ 5 വിധി തൻവീനുകൾക്കും വന്നതാ. ഓക്കെ, 5 നിയമങ്ങളുണ്ട്. ഇപ്പം എന്ത് നമ്മൾ പറഞ്ഞു? നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്. സാക്കിനായ നൂൻ എന്ന് പറഞ്ഞാൽ എന്ത്? തൻവീൻ എന്ന് പറഞ്ഞാൽ എന്ത്? ഡെഫിനിഷൻ, താരീഫ് നമ്മൾ പറഞ്ഞു. സാക്കിനായ നൂനിനും തൻവീനിനും എത്ര വിധികളുണ്ട്? 5 ഉണ്ട്. 5 പേരും നമ്മൾ പഠിച്ചു. തദ്രീബ് എന്ന നമ്മുടെ ഈ കിതാബിലെ പാഠം 11 നോക്കി. അഹ്കാമുൻ നൂനി സാക്കിന, സുക്കൂനുള്ള നൂനിൻ്റെ വിധികൾ. സുക്കൂനുള്ള നൂനിന് ശേഷം വരുന്ന അക്ഷരങ്ങൾക്കനുസരിച്ച് 5 വിധികളുണ്ട്. ഇഖ്ഫാ, ഇൽഹാർ, ഇദ്ഗാമും ബിഗുന്നഹ്, ഇദ്ഗാമും ബിലാ ഗുന്നഹ്, ഇഖ്ലാബ് എന്നിവയാണവ. ചില പദങ്ങളുടെ അവസാനത്തിൽ ഉച്ചാരണത്തിൽ മാത്രമുണ്ടാകുന്ന സുക്കൂനുള്ള നൂനാണ് തൻവീൻ. അതിനാൽ സുക്കൂനുള്ള നൂനിൻ്റെ വിധികൾ തൻവീനിനും ബാധകമാണ്. നമ്മൾ പറഞ്ഞത് തന്നെയാ. ഓക്കെ, അതുകൊണ്ട് ഈ കാര്യം വളരെ ശ്രദ്ധിക്കുക. നൂനും തൻവീനും ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് അടുത്ത ക്ലാസ്സിലെ വിഷയം ചർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പരീക്ഷയും നമ്മുടെ സംഗമവും നമ്മുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ കേൾക്കുക. ഇതോ ഒന്നുകൂടെ കേൾക്കുക. അപ്പോൾ രണ്ടും കൂടി ഒന്നുകൂടെ കേൾക്കാനായി അല്ലേ? അപ്പോൾ ഇൻഷാ അള്ളാഹ് കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാകും. 5 വിധികൾ നമ്മൾ പഠിച്ചു, പാട്ടും പാടി പഠിച്ചു. ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹുവേ, പരിശുദ്ധ ഖുർആനിൻ്റെ വഴിയെ സാധുക്കളായ ഞങ്ങളെ നീ നടത്തണേ അള്ളാഹ്. ഖുർആനിൻ്റെ ഖാദിമീങ്ങളാക്കണേ അള്ളാഹ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ വളരെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാണെങ്കിലും അള്ളാഹുവേ നീ വലിയ പ്രതിഫലം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ ആലിമീങ്ങളുടെ, ഞങ്ങളുടെ സാദാത്യങ്ങളുടെ നേതൃത്വത്തിൽ അവരുടെ സമ്മതത്തോടെ, അവരുടെ അനുവാദത്തോടെ, ആശീർവാദത്തോടെ
നടക്കുന്ന ഈ പരിശുദ്ധ ഖുർആനിൻ്റെ ഈ ക്ലാസ് അള്ളാഹുവേ, ഇതിൽ സംബന്ധിച്ച് ഞങ്ങൾക്ക് പരീക്ഷ എഴുതി ഞങ്ങളുടെ ആലിമീങ്ങളുടെ വഴിയെ അവരോടൊപ്പം പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഖാദിമായി, ഒരു സർട്ടിഫിക്കറ്റുള്ള ഒരു വിശുദ്ധ ഖുർആനിൻ്റെ മുഹിബ്ബായി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിനുള്ള വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായി, കാര്യങ്ങളൊക്കെ വളരെ സുതാര്യമായി, കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി നടത്തിത്തരാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഈ തദ്രീബ് കുടുംബത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒന്ന് സംഗമിക്കാനുണ്ട്. ഞങ്ങളുടെ ആശയാണത്, ആഗ്രഹമാണ്. റഹ്മാനായ റഹീമായ അള്ളാഹുവേ, ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാം റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. അതിനൊക്കെയുള്ള കാരണമായി തദ്രീബ് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالغادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك